2018 പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൽ ഉം. തൃശ്ശൂരിൽ നടന്നൊരു സാംസ്കാരിക കൂട്ടായ്മയിൽ വെച്ച് പിണറായി വിജയനാണ് ആവശ്യപ്പെടുന്നത്, നമുക്കൊരു സംസ്ഥാന ഗാനം വേണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് സാഹിത്യകാരന്മാർ അതിന് സംഭാവന ചെയ്യണമെന്നും അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. 2018-ലാണത്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ വർഷമാണ് നമ്മളതിനെക്കുറിച്ചൊരു ആലോചന നടത്തിയത് സാഹിത്യ അക്കാദമി. അവിടെ എൻ്റെ ഒരു നിലപാട്, എനിക്ക് ശ്രീകുമാരൻ തമ്പി സാറിനോട് സൗഹൃദമുള്ള ഒരാളാണ്. തമ്പി സാർ എഴുതിയിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. എന്നാൽ തമ്പി സാർ ഒരു റോങ് ചോയ്സാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കേരള ഗാനം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ഗാനം വേണോ എന്നുള്ളത് വേറൊരു ചർച്ച. ഇനി അങ്ങനെ എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ തമ്പി സാറിനെ പോലെ ഒരാളാണോ എഴുതേണ്ടത്? എൻ്റെ കാര്യം, ഈ തമ്പി സാർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാവ്യസങ്കല്പമുണ്ട്. ആ കാവ്യസങ്കല്പത്തിൽ നിന്നൊക്കെ സമൂഹം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. സമൂഹം മാത്രമല്ല, കേരള സമൂഹം മാത്രമല്ല, ലോകം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? രാഷ്ട്രീയമായി നമ്മൾ ശരിയായിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞുകൂടല്ലോ, ജീവിത പങ്കാളി എന്ന് പറയണം. വികലാംഗൻ എന്ന് പറഞ്ഞുകൂടാ, ഭിന്നശേഷി ഉള്ളയാൾ എന്ന് പറയണം. നമ്മൾ അങ്ങനെ നമ്മുടെ ഭാഷയിലൊക്കെ ഒരുപാട് കറക്റ്റ്നെസ് പൊളിറ്റിക്കലി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കറുത്ത ശക്തികൾ ഇനി പ്രയോഗിച്ചുകൂടാ. കറുത്ത ശക്തികളിൽ നിന്ന് എത്രയോ കാലമായി നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. കറുത്ത ശക്തികളെന്ന് പറഞ്ഞുകൂടാ. ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് ലോകം തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഗാനത്തെ അവതരിപ്പിക്കുന്ന അത്തരത്തിൽ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുള്ള കാര്യം, തമിഴ്നാട്ടിൽ ഈ 1900 ഒരു കവി എഴുതിയാലും 1980 കവി എഴുതിയാലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അവരുടെ സംസ്കാരത്തെ അവർ ദ്രാവിഡ സംസ്കാരമായി കാണുന്നു. പിന്നെ അതൊരു പോരാട്ടത്തിൻ്റെ ജനസമൂഹമാണ്. ഇപ്പോൾ ഏറ്റവും അവസരം എനിക്ക് തോന്നുന്നൊരു 10-15 വർഷം മുമ്പ് AR റഹ്മാൻ്റെ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനകത്ത് ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും തമിഴ നാടേ നംനാട് എന്ന് പറഞ്ഞിട്ടാണ്, തമിഴ എന്നാണ് വിളിക്കുക. നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളി എന്ന് വിളിക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു തമിഴ് വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനം അവരുടെ ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആർജവമുള്ളൊരു ഒരു 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 അവരുടെ ഒരു അസ്തിത്വം രൂപപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണ്. നമ്മളുടേത് സംസ്കൃതവൽക്കരിക്കപ്പെട്ടൊരു കാവ്യസങ്കല്പമാണ്. അവിടെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഭാഷാഗാനം നേരത്തെ സ്മൃതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഹരിതാപയും പച്ചപ്പും ഒക്കെ കൂടെ പറയുമ്പം, പിന്നെ ഈ ചിങ്ങമാസം, ചിങ്ങപ്പുലരി, ഇല്ലം നിറ വല്ലം നിറ, പിന്നെ അവിടുന്ന് ഇതൊരു നിങ്ങളൊരു ഭാഷാഗാനം ഉണ്ടാക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ വരും. ഇനി അതിനൊന്ന് വിഷ്വലൈസ് ചെയ്തേ, അപ്പോൾ ഈ പച്ചപ്പാടത്തിനടുത്തുകൂടി ഈ നേരിയതും ഒക്കെ ഇട്ടിട്ട് കൊടുത്ത് ഓലക്കൂടെയൊക്കെ ഓടി വരുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടാവും. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു സങ്കല്പം. ഇങ്ങനെ ഇവരൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമുക്ക് സാധ്യമല്ല. അപ്പം ഒന്നാമത് ഈ പറയുന്ന, ഞാൻ ഇത് കണ്ടു കേട്ടോ, ഈ അദ്ദേഹം എഴുതിയ കവിത വായിച്ചിരുന്നു, അത് തമ്പി സാർ എഴുതിയ കവിത വായിച്ചിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ ഒരു പാട്ടല്ല കേരളത്തിന് ഇനി ഉണ്ടാവേണ്ടത്. കേരളത്തിൻ്റെ ഈ പറയുന്ന പോരാട്ടങ്ങളെയും കേരളത്തിൻ്റെ ഈ നവോത്ഥാനത്തെയും കേരളം ഒരു സമൂഹം എന്ന നിലയ്ക്ക് പുരോഗമനമായി രൂപപ്പെട്ടതിനെയുമൊക്കെ അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു പാട്ടാണ് രൂപപ്പെട്ടു വരേണ്ടത്. ആ പാട്ട് രൂപപ്പെടുത്തേണ്ടത് പഴയ തലമുറയിൽപ്പെട്ട നല്ല മനുഷ്യനാണ്, നല്ല കവിയാണ്, ഒക്കെയാണ് പിന്നെ തമ്പി സാർ. പക്ഷേ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ ഈ ഭാഷാഗാനം, ഈ സംസ്ഥാനത്തിനൊരു ഭാഷാഗാനം ഉണ്ടാക്കിയാൽ പോലും ഇത് എന്നേക്കുമായി നിൽക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. 25 വർഷം കഴിഞ്ഞിട്ട് ഈ ഭാഷാഗാനം വേണമെങ്കിൽ എടുത്ത് കളയാം, വേറൊരു ആളുകൾക്ക് വേറൊരു കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റാം. അപ്പോൾ എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു പാട്ടുമായിരിക്കില്ല അത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു പാട്ട് എഴുതാൻ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ബോധം എങ്ങനെ വികസിച്ചിരിക്കുന്നു എന്ന് തന്നെ അടിസ്ഥാനപ്പെടുത്തി ആ കാവ്യബോധമുള്ള ആളുകളെ കൊണ്ടാണ് അത് ചെയ്യിക്കേണ്ടത്. തമ്പി സാർ ആ കാര്യത്തിൽ ഒരു റോങ് ചോയ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അനാവശ്യമായ വിവാദമാണെന്ന് പറഞ്ഞത്. നിങ്ങൾ തെറ്റായൊരു ചോയ്സ് ആദ്യം തെറ്റായൊരു തീരുമാനം എടുക്കുക, എന്നിട്ട് ആ തീരുമാനം പിന്നീട് വിവാദമാകുമ്പോൾ അത് പിൻവലിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ. Meet the editors.